ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ വെടിനിർത്തലിന് വേണ്ടി വ്യാഴാഴ്ച ഖത്തറിൽ ആരംഭിച്ച ചർച്ചകൾ നിർത്തിവെച്ചു. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച അടുത്തയാഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കും. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രാത്രി പുറത്തുവിട്ട മധ്യസ്ഥ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനിടെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഈജിപ്തിലെ കെയ്റോയിലേക്ക് ചൊവ്വാഴ്ച പ്രതിനിധി അയക്കുമെന്ന് ഖത്തർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 ദിവസമായി ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ മെയ് 31-ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാറിനെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടന്നത്. ഇതിൻ്റെ തുടർ ചർച്ചകളാവും അടുത്തയാഴ്ച നടക്കുക. ഈ കരാർ ജൂലൈയിൽ ഹമാസും അംഗീകരിച്ചിരുന്നു. ഹമാസിൻ്റെ പ്രതിനിധി ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതായാണ് വിവരം. ഇസ്രായേലിനെതിരെ ഇറാൻ്റെ ഭീഷണി നിലനിൽക്കെ അതിനെ തടയിടാനുള്ള സുപ്രധാന മാർഗമായാണ് വെടിനിർത്തൽ ചർച്ചകളെ വിലയിരുത്തുന്നത്. അതേസമയം ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഇസ്രായേലാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. നിരന്തരമായി ചർച്ചകൾ വിഫലമാക്കുന്നത് ഇസ്രായേൽ നിലപാട് മൂലമാണെന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഉപാധികൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുവെന്നും ഹമാസ് ശനിയാഴ്ച പ്രതികരിച്ചിരുന്നു. ജൂലൈ 2-ന് ഹമാസ് അംഗീകരിച്ച ബൈഡൻ മുന്നോട്ട് വച്ച കരാറിൽ നിരവധി കൂട്ടിച്ചേർക്കലുകൾ ഇസ്രായേൽ നടത്തിയതായി നേരത്തെ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ജൂലൈ 19-ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും. ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം 10ാം തവണയാണ് ആന്റണി ബ്ലിങ്കൻ നെതന്യാഹുവിനെ സന്ദർശിക്കുന്നത്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ലക്ഷ്യം. ചർച്ച തുടരുന്നതിനിടെ ഗസയിൽ പലയിടങ്ങളിലായി ഇസ്രായേൽ കനത്ത ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഗസയിലെ സുരക്ഷിത താവളമായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്ന തെക്കൻ ഗാസയിലെ അൽ മവാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകാനും ഇസ്രായേൽ സൈന്യം ഉത്തരവിറക്കിയിട്ടുണ്ട്. മധ്യ ഗസയിലെ അസ് സവൈദയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏകദേശം 10 പേർ കൊല്ലപ്പെട്ടു. ഇതുവരെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗസ മുനമ്പിൽ കൊല്ലപ്പെട്ടത് 40,005 പേരാണ്. 92,401 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.